നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കൃഷി പാഠശാല പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തപാൽ ദിനാചരണം നടത്തി. ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. പാലേക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. പറപ്പൂക്കര പഞ്ചായത്ത് ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാഠം പാഠശാലയാക്കി വിദ്യാർത്ഥികൾ. കൊടകര പഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിയുടെ രണ്ടാം ഘട്ടം ശേഖരത്ത് ആരംഭിച്ചു. 8 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പാഠശാലയിൽ പങ്കെടുത്തു. മരത്തോമ്പിള്ളി പാടശേഖരത്തിൽ കൃഷി പഠനശാല കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷയായി. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം ബിജി ഡേവിസ്, കൃഷി ഓഫീസർ J നയനതാര, CDS ചെയർപേഴ്സൺ K രാജേശ്വരി, CDS അംഗം റോസലി പാപ്പച്ചൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗിരിജ VV എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി പ്രതിനിധികൾ, മറ്റു കർഷകർ, സ്കൂൾ പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളെ കൃഷിയോടും മണ്ണിനോടും ചേർത്ത് നിർത്തുകയും വിവിധ കൃഷിരീതി പരിചയപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിക്കണം, രക്ഷിതാക്കളോട് ഇങ്ങനെ അവരെ വിടണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. എന്താണ് പഞ്ചായത്ത് നോക്കിക്കോളും, അപ്പോൾ അവിടെ ചേർന്ന ചെളിയിലും ഇറങ്ങിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമായി. അങ്ങനെ കുറെ പേർക്ക് ഈ ചേറിലും ചെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി വിത്ത് നടാനും വിതയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി. കൊയ്യാനുണ്ടായിരുന്ന ഒരു ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കൊയ്യാൻ വന്നവരാരെങ്കിലും ഉണ്ട് ഇവിടെ? കഴിഞ്ഞ വർഷത്തില് ഇല്ല, ഒക്കെ പുതിയ ടീമാണ്. അപ്പൊ ഓരോ വർഷവും ഓരോ പാടശേഖര സമിതിയിലും ഓരോ പുതിയ ബാച്ചിലെ കുട്ടികളായിരുന്നു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തപാൽ ദിനാചരണം നടത്തി. ഗ്രന്ഥശാലയിൽ നടത്തിയ തപാൽ ദിനാചരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ റിട്ടയേർഡ് RMS സൂപ്പർവൈസർ V കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറിയൻ സുഷമ T ശാന്തൻ നന്ദി അറിയിച്ചു. പങ്കെടുത്ത എല്ലാവരും കത്തുകൾ എഴുതി സുഹൃത്തുക്കൾക്ക് അയച്ചു. അതൊരു രസമാണ് ഇതിന് ഇങ്ങനെ പേരെഴുതി. പിന്നെ ടെലഗ്രാം സംവിധാനം അല്ലേ? Your mother is expired. Mother expired. ഈ തപാൽ വകുപ്പിലൊക്കെ ജോലി ചെയ്ത ആളുകളോട് ഉണ്ട്. അപ്പൊ മദർ എക്സ്പയർഡ്. അപ്പൊ നമുക്കറിയാം ടെലഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മള് പേടിച്ചു അല്ലേ? ഇപ്പൊ ടെലഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. അപകടത്തിൽ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീ പൊരിച്ചെതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നു പോകാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ലോറി പുറകിലേക്ക് മാറ്റിയത്. റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്ന് ഗേറ്റ് എടുത്തു മാറ്റി. അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. റെയിൽവേ എഞ്ചിനീയർ വിഭാഗം സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടുവെങ്കിലും 2:30യോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു.
ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിങ്ങാലക്കുട ഊരകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിച്ചെങ്കിലും വെള്ളിയാഴ്ച വരെ ടോൾ പിരിവിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ടോൾ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്രം സാവകാശം തേടിയതിന് പിന്നാലെയാണ് നടപടി. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് ഹൈക്കോടതി പാലിയേക്കരയിൽ ടോൾ പിരിവിന് വിലക്കേർപ്പെടുത്തിയത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ടോൾ പിരിവ് നിർത്തണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കൊടകര പഞ്ചായത്തിലെ ബൾക്ക് വേസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയം ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിന്റെ വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുശുചിത്വമില്ലായ്മയും അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയും കത്തിക്കുകയും ചെയ്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി 15,000 രൂപ പിഴ ചുമത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ നിധിൻ ദേവസി, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ ഷെറിൻ സണ്ണി, ബിജി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് ജനകീയ മത്സ്യകൃഷി 2025-26 വിശാല കാർപ്പ് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യകർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ അധ്യക്ഷനായി. അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് സംസാരിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജ് മാസ്റ്ററുടെ ഓർമ്മദിനം ചാലക്കുടി ബാബുരാജ് ഫോറം ഫോർ മെലഡീസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും മെഹഫിലും നടത്തി. സീനിയർ ഗായകൻ PM അസീസ് ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് അന്നമനട ബാബുരാജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവി പനമ്പിള്ളി വാസുദേവൻ, കലാഭവൻ ജയൻ, KV അനിൽകുമാർ, പ്രൊഫസർ വത്സൻ വാതുശ്ശേരി, MG ബാബു, ഡോക്ടർ TS ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ KO ജോസഫ്, സുരേഷ് മുട്ടത്തി എന്നിവർ സംസാരിച്ചു. കലാഭവൻ ഡെൻസൺ, ബാബു ചാലക്കുടി, വിജയകൃഷ്ണൻ, ജോബേഷ് ജോസ്, ഷാരിക സജീവ്, സതീശൻ അന്നമനട, ഉമായസ് വാര്യർ, സ്വാതി സുധീഷ്, ദേവി മിത്ര കുമാരൻ, മെജോ അങ്കമാലി, ആന്റണി എറണാകുളം എന്നിവർ നയിച്ച MS ബാബുരാജിന്റെ ഗാനങ്ങൾ കോർത്തിണക്കി മെഹഫ്സിൽ അരങ്ങേറി. നമ്മുടെ ഈ ചാലക്കുടി ഭാഗത്ത് അല്ലെങ്കിൽ ചാലക്കുടി പ്രാന്തപ്രദേശങ്ങളിലും ആദ്യമായിട്ട് ഈ മെഹ്ഫിൽ എന്നുള്ള ഒരു സംഗീത കൂട്ടായ്മ വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കിയതും നമ്മുടെ പ്രിയപ്പെട്ട അസീസ് ഇക്കയാണ്. ഏകദേശം ഒരു 15-18 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലുള്ള വീട്ടിൽ വെച്ചാണ് അത് തുടങ്ങിയത്. അന്ന് നിലവിലുള്ള ഗാനമേള എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ഒരു ഔപചാരികതയുടെ പരിവേഷമില്ലാതെ തന്നെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും ഇപ്പോൾ കാര്യമായി ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്ക് ക്ഷേമമന്ദിരം ഒരുങ്ങുന്നു. 31-ാം വാർഡിലെ ആര്യങ്കാല പൊതുശ്മശാനത്തിന്റെ ഭൂമിയിൽ ഒരു ഭാഗത്താണ് പകൽ വീട് നിർമ്മിക്കുന്നത്. ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പൊതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് ഈ സ്ഥലം. നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയം കൂടി വന്നതോടെ മൃതദേഹ സംസ്കാരം കുറഞ്ഞു. വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില അനാഥ മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിസ്തൃതമായുള്ള ശ്മശാനത്തിന്റെ സ്ഥലത്തിൽ നിന്നും ഒരു ഭാഗം തിരിച്ചെടുത്ത് വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസങ്ങൾക്കും ഒത്തുചേരാനുമുള്ള പകൽ വീട് നിർമ്മിക്കണമെന്ന ആശയമുണ്ടായി. വാർഡ് സഭയുടെയും കൌൺസിലർ ജോജി കാട്ടാളന്റെയും നിർദ്ദേശം നഗരസഭാ കൌൺസിൽ ചർച്ച ചെയ്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി. പൊതുശ്മശാനത്തിൽ നിന്നും കുറച്ചു ഭൂമി റവന്യൂ വകുപ്പിനെ കൊണ്ട് അളന്ന് തിരിച്ച് പകൽ വീട് നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ അനുവദിച്ചു. നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരുന്നു. വാർഡ് സഭകൾ ചേരുന്നതിനും കുടുംബശ്രീ ഉൾപ്പെടെ മീറ്റിംഗുകൾ നടത്തുന്നതിനും സാധ്യമാകുന്ന തരത്തിലാണ് പകൽ വീടിന്റെ നിർമ്മാണം. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വാർഡ് കൌൺസിലർ ജോജി കാട്ടാളൻ, കൌൺസിലർ വത്സൻ ചമ്പക്കര, മുനിസിപ്പൽ എഞ്ചിനീയർ ശിവപ്രസാദ് എന്നിവർ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലത്തെത്തി. നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി വയോജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കുമെന്ന് ചെയർപേഴ്സണും വാർഡ് കൌൺസിലറും അറിയിച്ചു. ആര്യങ്കാലയിൽ പതിറ്റാണ്ടുകളായി പൊതു ശ്മശാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭൂമിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒരു പക്ഷേ ചാലക്കുടിയിലെ നഗരസഭയും അതിനു മുമ്പ് പഞ്ചായത്തും ഒക്കെ ആയിരുന്ന കാലഘട്ടം മുതൽ അന്ന് നമ്മുടെ മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം.
ഇപ്പോൾ നമുക്കറിയാം നഗരസഭയിൽ ക്രിമിറ്റോറിയം, ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം വന്നു. മൃതസംസ്കാര ചടങ്ങുകളൊക്കെ അതിലാണ് ബഹുഭൂരിപക്ഷവും നഗരസഭയിലെ ശ്മശാനത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതു ശ്മശാനം എന്നുള്ള രീതിയിൽ ആര്യങ്കാലയിലെ ശ്മശാനത്തിന്റെ ഉപയോഗം വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ നടത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ. ലോക മാനസികാരോഗ്യ ദിനം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആഘോഷിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ TP ശ്രീദേവി അധ്യക്ഷയായി. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KR ബേബിലക്ഷ്മി, ഡോക്ടർ സജീവ് കുമാർ, HDC മെമ്പർമാരായ ജെയിംസ് മുട്ടിക്കൽ, CJ വിൻസൻ, UJ തോമസ്, ബഫീഖ് ബക്കർ, വിശാലാക്ഷി, K രാധാകൃഷ്ണൻ, ഡോക്ടർ SV സുബ്രഹ്മണ്യൻ, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,384 രൂപ, പവന് 90,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കൃഷിപാഠശാല പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തപാൽ ദിനാചരണം നടത്തി. ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. പാലേക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. പറപ്പൂക്കര പഞ്ചായത്ത് ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.